ഒരുപാട് ക്യാരക്ടർ റോൾസ് ചെയ്ത് ഇപ്പോൾ ഒരു ലീഡ് റോള് ചെയ്തിരിക്കുന്ന ആക്ടറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. എടുത്തു പറയുകയാണെങ്കിൽ തട്ടത്തിൻ മറയത്തിലെ ആ സഖാവ് തന്നെ, ദീപക് പറമ്പോൾ. ദീപക്, നമസ്കാരം. വെൽക്കം ടു സൺഡേ ഫണ്ടേ. സുഖാണോ? നമ്മളൊരു 4 വർഷമായില്ലേ കണ്ടിട്ട് 4 വർഷമായി. ഞങ്ങളൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു, യൂട്യൂബ് ബ്രൂട്ടസ്. അതിന്റെ ലാസ്റ്റ് സീക്വൻസിൽ ഒരു ഹീറോ ആയിട്ട് ഒരു മാസ്റ്റർ. ബാക്കിയുള്ള പ്രോജക്ട്സ് ഒക്കെ എങ്ങനെ പോകണം? ഇപ്പൊ നന്നായിട്ട് പോകുന്നു. ഇപ്പൊ അവസാനം റിലീസായ സിനിമ ഓർമ്മയിൽ ഒരു ശിശിരം എന്നുള്ള സിനിമയാണ്. സിനിമ കണ്ടിട്ടില്ലല്ലോ? ശരിക്കും ഒരു വർഷത്തോളം കഷ്ടപ്പെട്ടെടുത്ത എഫേർട്ട് ആൾക്കാർ കാണുന്നില്ല, കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇപ്പം നമ്മുടെ SLC പരീക്ഷയ്ക്ക് എഴുതിയിട്ട് 1 മാർക്കിനൊക്കെ തോക്കൂലേ, കുറച്ചും കൂടെ ആ ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അതിന് ശരിക്കും ഒരു 10 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു ഒരു +1 കാലഘട്ടം ചെയ്യാൻ വേണ്ടിയിട്ട്. 2 കാലഘട്ടമുള്ള സിനിമയാണ്. കൂടുതൽ സങ്കടം അല്ലെങ്കിൽ സിനിമ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആൾക്കാർ തിയേറ്ററിൽ കണ്ട ആൾക്കാരുടെ റെസ്പോൺസ് ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ കണ്ണ് നിറഞ്ഞിട്ട് ഇരിക്കുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ഇമോഷണൽ സീക്വൻസ് ഒക്കെ പടത്തിലുണ്ട്, അതൊക്കെ ആൾക്കാരിൽ ഭയങ്കര ടച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അത് കുറച്ച് സങ്കടമുണ്ട്, കാരണം ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിയിട്ടില്ല സിനിമ, ആൾക്കാർ കണ്ടിട്ടില്ല എന്നുള്ളത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ആമസോൺ അല്ലെങ്കിൽ ടിവിയിലൊക്കെ വരുന്ന സമയത്ത് ഒട്ടുമിക്ക സിനിമകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പല നല്ല സിനിമകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രതീക്ഷയായിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ടിവിയിൽ ഇറങ്ങി അല്ലെങ്കിൽ ആമസോണിലോ അങ്ങനെയെങ്കിലും ഇറങ്ങിയിട്ട് ആൾക്കാരിലേക്ക് കുറച്ചുകൂടെ എത്തണം എന്നുണ്ട് ഈ സിനിമ. പക്ഷെ സിനിമ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നത് കുറച്ചൊരു വിഷമമുള്ള കാര്യമാണ്. എനിക്ക് മനസ്സിലാവും. അല്ല, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ സ്വയം തന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ എന്താ ചെയ്യണം ദീപക്? ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ആ ഒരു സോണിലേക്ക് ഇങ്ങനെ പോവുമല്ലോ ഉറപ്പായിട്ടും. അതായത് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു 2-3 ദിവസമൊക്കെ ഭയങ്കര, നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു മാർക്കിന് ഒരാളുടെ അവസ്ഥയുണ്ടല്ലോ, അത് ജസ്റ്റ് പാസ്സാവാമായിരുന്നൊരു ഒരവസ്ഥയിൽ നിന്ന് തോറ്റു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് 2-3 ദിവസം നമുക്ക് എന്തായാലും ഉണ്ടാവും. അത് അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ പറഞ്ഞ ഒരാഴ്ചയെങ്കിലും ആ പെയിൻ അല്ലെങ്കിൽ ഒരു വിഷമം നമ്മൾ എടുത്തേ പറ്റുള്ളൂ. കാരണം അത്രയും കാലം വർക്ക് ചെയ്തത് അത്രയും ദിവസങ്ങൾ നമ്മൾ എടുത്തില്ലെങ്കിൽ അതിനൊരു ആത്മാർത്ഥത ഇല്ലാത്ത പോലെയാണ്. പക്ഷെ അത് ഇടയ്ക്കത് പോട്ടെ, എല്ലാം വിട്ടേക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തികട്ടി വരും. അത് പക്ഷെ മാറിക്കോളും അടുത്ത സിനിമകൾ. അല്ലെങ്കിൽ ശരിക്കും ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ വിനീതേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനീതേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, എടാ അത് നീ എടുത്ത എഫേർട്ട് അല്ലെങ്കിൽ നീ എടുത്ത കാര്യം ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല. ഇപ്പം ഈ എഫേർട്ട് ചിലപ്പോൾ അടുത്ത പടത്തിൽ നിനക്ക് ഇത്ര എഫേർട്ട് എടുക്കേണ്ടി വരില്ല. അത് ആ ഓഡിയൻസ് കാണും. അല്ലെങ്കിൽ ഇപ്പം ആൾക്കാരിൽ ഈ ആമസോണിലോ അല്ലെങ്കിൽ ടിവിയിലോ ഇറങ്ങിയിട്ട് എഫേർട്ട് കാണും. അതൊന്നും ഒരിക്കലും വേസ്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട. പക്ഷെ ഇത് എല്ലാ ആക്ടേഴ്സും കയറി വരുന്ന വഴികളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. കുറച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അപ്പം കുറച്ച് ഡൗൺ ആയതൊന്ന് ഒരു ലെവലൊന്ന് കയറിയായിരുന്നു. അങ്ങനെ കുറച്ച് അടുത്ത സിനിമകളിൽ അത് നമുക്ക് നന്നാവുമായിരിക്കും.